വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ് പെട്ടി മിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ 8ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് സയൻസിലെ അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തില് പഠിക്കാനുള്ളത്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം അടിസ്ഥാന ശാസ്ത്രം നമ്മുടെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കും വളരെ വേഗത്തിൽ തന്നെ വരുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂവേറ്റി ആണ്. 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ടോപ്പിക്കിന്റെ കുറെ കാര്യങ്ങൾ, അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ടോപ്പിക്സുകൾ ഈ വർഷം നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അധികം പഠിക്കേണ്ടതായിട്ടുമുണ്ട്. ആൻഡ് മിസ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് 3 വിഭാഗമായിട്ട് തിരിയുന്നുണ്ട് അല്ലെ. നമ്മുടെ ഫിസിക്സ് ആയിട്ട് മാറുന്നുണ്ട്, ഭൗതിക ശാസ്ത്രം, കെമിസ്ട്രി, രസതന്ത്രം, അതുപോലെ തന്നെ ബയോളജി, ജീവശാസ്ത്രം. ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. 3 ടീച്ചേഴ്സ് ഉണ്ടാകും, 3 തരത്തിലാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നത്. ആൻഡ് ഒരു പരീക്ഷയുള്ളെങ്കിൽ കൂടെ 3 വിവിധ ചോദ്യ പേപ്പറുകളും ആൻസർ ഷീറ്റുകളും നമുക്കുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസം നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉണ്ട്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുന്ന രീതിയിലും മാർക്കിലും വ്യത്യാസമുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ അടിസ്ഥാന ശാസ്ത്രത്തിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾക്ക് ഫിസിക്സ്, നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുള്ള അളവുകളും യൂണിറ്റുകളും ഉണ്ട്. അതായത് അളവുകളും യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം മെഷർ ചെയ്യാൻ എന്തൊക്കെ യൂണിറ്റുകൾ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങൾ അളക്കാനൊക്കെ നമ്മൾ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അവിടെ ഫിസിക്സിൽ പഠിക്കും. പിന്നെ രണ്ടാമത് പഠിക്കുന്നതാണ് ചലനവും ബലവും. അതായത് എങ്ങനെയാണ് മോഷൻ സംഭവിക്കുന്നത്, നമ്മൾ വണ്ടികൾ ഓടുന്ന സമയത്തുള്ള അതിന്റെ സ്പീഡ് കാര്യങ്ങൾ, പിന്നെ എങ്ങനെയൊക്കെ ചലനം, അതിലുണ്ടാകുന്ന ബലം, അതിന്റെ ബലത്തിന്റെ പ്രയോഗങ്ങൾ എങ്ങനെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഫിസിക്സിൽ സെറ്റാക്കി നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. മൂന്നാമത്തേത് മർദ്ദം എന്ന് തന്നെ പ്രത്യേകം നമ്മളൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ പുതിയ സിലബസ് മാറിയപ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന് മുന്നത്തെ വർഷങ്ങളിൽ വലിയൊരു ചാപ്റ്റർ തന്നെ പ്രഷറിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെയും പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ജലത്തിലെ മർദ്ദം എങ്ങനെയാണ്, അതുപോലെ തന്നെ വായുമർദ്ദം എങ്ങനെയാണ്, വ്യാപക മർദ്ദം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മാറ്റം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സൊല്യൂഷൻസിനെ പറ്റിയിട്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, കുറച്ച് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ട് രാസപ്രവർത്തനങ്ങള്, അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് മൂലകങ്ങളും സംയുക്തങ്ങളും. ഇവിടെ നിങ്ങൾ എലമെന്റ്സിനെ പറ്റിയിട്ട്, കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് ഇതിന്റെ സിംപിൾസ് ഒക്കെ വരുന്നത്, ആൻഡ് അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, നമ്മുടെ വർഗീകരണം, പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ലോഹങ്ങൾ, മെറ്റൽസ് എന്താണ്, നോൺ മെറ്റൽസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കും. നമ്മളെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അല്ലാതെ നമ്മൾ കാണുന്നത് അതിന്റെ പ്രത്യേകതകൾ. ഒരു മെറ്റൽ, നമ്മളിപ്പോ സ്വർണ്ണമാല ഗോൾഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ ആ ഒരു മെറ്റലിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതൊക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നതാണ്. ഇനി പ്രധാനമായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രിയും അവരുടെ ടീച്ചേഴ്സ് വന്ന് പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരും. ബയോളജിയിലേക്ക് മിസ് വരികയാണ്. മിസ് ബയോളജിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ബയോളജി അല്ലെങ്കിൽ നമ്മുടെ ജീവശാസ്ത്രത്തിൽ ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കൃഷിയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്, നമ്മുടെ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി 7ാം ക്ലാസ്സിലും ആദ്യം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് കൃഷിനെ പറ്റിയിട്ട്. അതിന്റെ തന്നെ ബാക്കി ഭാഗമാണ് ഇവിടെ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള കൃഷി രീതികളുണ്ട്, ഏതൊക്കെയാണ് നമുക്ക് കൃഷി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്, ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ കൃഷിക്ക് എന്തൊക്കെ മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷി രീതികൾ നടത്തുന്നുണ്ട്, അതും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മോഡേൺ അഗ്രികൾച്ചറും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. രണ്ടാമത് പിന്നെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, ബയോളജിന്റെ കേസിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ തന്നെ സംയോജിത കൃഷിയൊക്കെ ഉണ്ട്.
അടുത്തതാണ് ജീവന്റെ ഉത്ഭവം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാല്ലേ ഡൈനോസറിന്റെ ഇതൊക്കെ, അതില് എവല്യൂഷൻ പരിണാമത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതുവരെ ഇല്ലാതിരുന്ന, കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കാനില്ലാതിരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു എവല്യൂഷൻ, പരിണാമത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെങ്ങനെയൊക്കെയാണ് ബന്ധം, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്. ഇതിന്റെ ബാക്കി നിങ്ങൾ 10ാം ക്ലാസ്സിലെ പഠിക്കുക. അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തെ കുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിണാമവുമായി ബന്ധപ്പെട്ട് കുറെ കഥകള്, പണ്ട് കാലത്ത് വന്നിട്ടുള്ള ഫോസിലുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. പിന്നീട് നമ്മൾ വരുമ്പോ സെല്ലിനെ പറ്റി 3ാമത്തെ ചാപ്റ്ററിൽ കോശങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, കോശജാലങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, അത് പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും സസ്യകോശവും ജന്തുകോശങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പലതരം കോശജാലങ്ങളുണ്ട്, കോശങ്ങളുണ്ട്, അതിനെ പറ്റിയും കോശത്തിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം മർമ്മത്തെ പറ്റിയിട്ടും ജന്തുകോശത്തെ പറ്റിയിട്ടും അതിന്റെ ഉള്ളിലെ ഭാഗങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പുതിയ ചാപ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ എന്താണ്, കൂടുതലും നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതിന് കണ്ടിന്യൂറ്റി ടോപ്പിക്സുകൾ ഉണ്ട്. അപ്പൊ രസകരമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യോധ ബാച്ച് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണമെന്നില്ല. കാരണം പുതിയ സിലബസ് വെച്ച് നോക്കുമ്പോൾ ടെക്സ്റ്റിൽ തന്നെ കുറേ പോയിന്റ്സുകൾ ഉണ്ട്. അത് ഒറ്റ ഇരിപ്പിന് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് കളികളിലൂടെയും രസങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ യോധ ബാച്ചിൽ ഓരോ പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്ത് തരും. ഫിസിക്സ് കെമിസ്ട്രി കാര്യങ്ങൾ കൂടുതലായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു തരും. ബയോളജിന്റെ കാര്യം മിസ് പറഞ്ഞാലും മിസ്സും അതുപോലെ തന്നെ ബാക്കി ടീച്ചേഴ്സും ഉണ്ടാകും. അപ്പൊ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതുവഴി സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ A to Z നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞ് പഠിച്ച് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ബേസിക് സയൻസിന് മേടിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഭാഗങ്ങൾ. അപ്പൊ ആദ്യം ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഓരോ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങും. പിന്നെ ആരും വിഷമിക്കാൻ, ആ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നു കഴിഞ്ഞു. സോ ഇനി നമ്മുടെ അംഗം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഞങ്ങൾ റെഡിയാണ് മിസ്, നമുക്ക് തുടങ്ങാം, ഒന്നിച്ച് തന്നെ സൈലത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പം വരുന്ന വഴിക്ക് നമുക്ക് വീണ്ടും കാണാം. വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുക. സീ യു സൂൺ മക്കളെ, ബൈ.